ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ LED പഠിക്കുമ്പോൾ, ലൈറ്റ് സോഴ്സസ് പഠിക്കുമ്പോൾ LED കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. അതിനകത്തുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, അതിന്റെ വേവ് ലെങ്ത് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. LED-യിലൊക്കെ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് കാണും. അതിന്റെ ടിപ്പിക്കൽ വോൾട്ടേജ് ഒക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്, എത്രയാണ് ടിപ്പിക്കൽ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് LED-യുടെ? ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഓഫ് LED ഒരു തവണ PSCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എത്രയാണ്? 1.8 to 3.2 വോൾട്ട് ആണ്. ഈ റേഞ്ചിലാണ്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങനെ ചെറിയ വേരിയേഷൻ, എന്നാലും ഒരുപാട് മാറത്തില്ല. ഈ 1.8 to 3.2 വോൾട്ട് ആണ് എന്റെ ടിപ്പിക്കൽ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്. അപ്പൊ നിങ്ങൾ ഈ ഓരോ LEDs ഇതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്താണ്? ബ്ലൂ LED ഗാലിയം നൈട്രേറ്റ് ആണ്. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് കൂടാതെ നമ്മൾ ഓരോ LEDസിന്റെയും എന്താണ്, സിലിക്കൺ കാർബൈഡും ബ്ലൂ തന്നെ. സിലിക്കൺ, അതെ അതെ അതെ, ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇതാണ് കൂടുതൽ കറക്റ്റ്. ഗാലിയം നൈട്രേറ്റ് ആണ് കൂടുതൽ കറക്റ്റ്. ഇത് ഉപയോഗിക്കുന്നുണ്ട്, സിലിക്കൺ കാർബൈഡ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ കോമ്പൗണ്ട്സ് അങ്ങനെ ഒരു രീതിയിൽ ഒരു മിക്സറായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ സിലിക്കൺ കാർബൈഡ്. അത് ഉപയോഗിക്കുന്നുണ്ട് ബ്ലൂ LED മാനുഫാക്ചർ ചെയ്യാൻ. പക്ഷെ ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഗാലിയം നൈട്രേറ്റ് തന്നെയാണ്. മറ്റേതും ഉണ്ട്, നിങ്ങൾ അത് നോക്കിയാൽ മതി. ചില മിക്സേഴ്സ് ഒക്കെ ആയിട്ട് ആഡ് ചെയ്തിട്ട് ബ്ലൂ LED മാനുഫാക്ചർ ചെയ്യാൻ സിലിക്കൺ കാർബൈഡ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഓപ്ഷൻ വരുമ്പം അത് നമുക്ക് പറയാൻ പറ്റില്ല, ഗാലിയം നൈട്രേറ്റ് തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് ഈ LED-യെ കുറിച്ച് ഇതിന്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ അറിയാമല്ലോ. എന്താണ് LED-യുടെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ? എന്താണ്? ഇലക്ട്രോലൂമിനസെൻസ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് ഓർക്കുക, ഇതെന്ന് പറയുന്നത് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണ് കേട്ടോ. ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണ് LED മാനുഫാക്ചറിന് ഉപയോഗിക്കുന്നത്. LED-ക്കകത്ത് ഉപയോഗിക്കുന്നത് ഡയറക്റ്റ്, കാരണം അങ്ങനെയുള്ള മെറ്റീരിയൽസിന് മാത്രമേ ഈ ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉള്ളൂ, ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ്. അതായത് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡിൽ നിന്നും വാലൻസ് ബാൻഡിലേക്ക്, ഇത് കണ്ടക്ഷൻ ബാൻഡ് ആണ്, ഇത് വാലൻസ് ബാൻഡ് ആണ്. ശരിക്കും ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താ? ഇവിടെ നടക്കുന്ന പ്രോസസ്സ് റീകോമ്പിനേഷൻ ആണ്. LED-ക്കകത്ത് നടക്കുന്ന ഇലക്ട്രോലൂമിനസെൻസ് എന്ന് പറയുന്ന പ്രോസസ്സ് ശരിക്കും റീകോമ്പിനേഷൻ ആണ്. റീകോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോൺ ആൻഡ് ഹോൾ, ഇതാണ് അതിനകത്ത് നടക്കുന്നത്. അപ്പൊ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ്, റീകോമ്പിനേഷൻ, ഇതെല്ലാം നമ്മുടെ LED ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ ഒരു കണ്ടക്ഷൻ ബാൻഡിനുള്ള ഒരു ഇലക്ട്രോൺ വാലൻസ് ബാൻഡിലുള്ള ഒരു ഹോളുമായിട്ട് ഡയറക്ട്ലി റീകമ്പൈൻ ചെയ്യുന്ന ചില സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ളതിനെയാണ് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ഫോട്ടോൺ റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അതല്ല ഇൻഡയറക്റ്റ് എന്ന് പറയുന്നതിന് എക്സാമ്പിൾ ആണ്. ഇൻഡയറക്റ്റ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സിലിക്കൺ, ജെർമേനിയം ഒക്കെ. ഇത് ലൈറ്റ് എമിറ്റ് ചെയ്യത്തില്ല. ഇത് എന്താണ്? ഇൻഡയറക്റ്റ് ഗ്യാപ്പ് ഉള്ള അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് ഉള്ള സെമി കണ്ടക്ടേഴ്സ് ആണ്. ഡസ് നോട്ട് എമിറ്റ് ലൈറ്റ്. ഡസ് നോട്ട് എമിറ്റ് ലൈറ്റ്. ഇതിന് ആ ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? ഈ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണ് നമ്മൾ കൂടുതൽ. അതിനാണ് ഗാലിയം നൈട്രൈഡും ഗാലിയം ആർസനൈഡും ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അതിന്റെ മെറ്റീരിയൽസ്, ഓരോ LED കളർ എമിറ്റ് ചെയ്യുന്ന ആ ഒരു ടേബിൾ നിങ്ങളുടെ കയ്യിൽ കാണും. അതൊന്ന് പഠിക്കുക. ഇപ്പൊ ഈ ബ്ലൂ LED, അതേപോലെ തന്നെ ഇൻഫ്രാറെഡ്, അതേപോലെ തന്നെ റെഡ്. അപ്പൊ അങ്ങനെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന, അതായത് ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബ്ലൂ LED. എങ്കിലും ബാക്കിയുള്ള മെറ്റീരിയൽസിന്റെയും കൂടെ കളറും കാര്യങ്ങളും ഒക്കെ ഒന്ന് പഠിക്കാം. ഏത് മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നതൊക്കെ നോക്കുക. അതിന്റെ സൈഡിൽ തന്നെ ഈ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. എങ്കിലും ടിപ്പിക്കൽ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് പഠിച്ചു വെക്കുക, ഈ വാല്യൂ ആണ്. ഇനി ഇതെന്താണ് ആൻസർ? ഫെർമി ലെവൽ ഇൻ ആൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. Closer to conduction law. അതെ, ക്ലോസർ ടു കണ്ടക്ഷൻ. അപ്പൊ അതായത് ഇതാണ് നമ്മുടെ കണ്ടക്ഷൻ. കണ്ടക്ഷൻ ബാൻഡിന്റെ എഡ്ജിലുള്ള എനർജി ലെവലിനെയാണ് നമ്മൾ EC എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ബാലൻസ് ബാൻഡിന്റെ എഡ്ജിലുള്ള എനർജി ലെവലിനെയാണ് നമ്മൾ EV എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് EV അല്ലെ. ഈ നടുക്കുള്ള എനർജി ലെവലിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് ലെവൽ എന്ന് വിളിക്കുക, നടുക്ക്. ഇപ്പൊ ഇതൊരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. ഓക്കെ, ഈ എനർജി ലെവല്
നമ്മുടെ ഫെർമി ലെവൽ വെച്ചിട്ടാണ് അത് ഇൻട്രിൻസിക് ആണോ എക്സ്ട്രിൻസിക് ആണോ എന്നൊക്കെ കാണിക്കുന്നത്. ഈ ഫെർമി ലെവൽ നടുക്കാണെങ്കിൽ, ബാൻഡ് ഗ്യാപ്പിന്റെ നടുക്കാണെങ്കിൽ, അല്ലെങ്കിൽ ഫെർമി ലെവൽ മിഡിൽ ഓഫ് ബാൻഡ് ഗ്യാപ്പ് ആണെങ്കിൽ നമ്മൾ ആ സെമി കണ്ടക്ടറിനെ ഇൻട്രിൻസിക് എന്ന് വിളിക്കും. ഫെർമി ലെവൽ EF മിഡിൽ ഓഫ് ബാൻഡ് ഗ്യാപ്പ് ആണെങ്കിൽ ഇൻട്രിൻസിക്. ദെൻ കണ്ടക്ഷൻ ബാൻഡ് ബാലൻസ് ബാൻഡ് നമ്മുടെ ഇൻട്രിൻസിക് ലെവൽ എപ്പോഴും നടുക്കായിരിക്കും. ഇൻട്രിൻസിക് ലെവൽ EI. നമ്മുടെ ഫെർമി ലെവൽ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിന് അടുത്താണെങ്കിൽ ഇതിനെ നമ്മൾ N ടൈപ്പ് എന്ന് വിളിക്കും. ഇവിടെ EF ക്ലോസർ ടു EC is closer to EC. Then P type എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? EC, EB, then EI. EF എന്ന് പറയുന്നത് ക്ലോസർ ടു വാലൻസ് ബാൻഡ് ആയിരിക്കും. EF ക്ലോസർ ടു വാലൻസ് ബാൻഡ്. ഇങ്ങനെയുള്ളതിനെ നമ്മൾ P ടൈപ്പ് എന്ന് വിളിക്കും. അപ്പൊ ഈ ഫെർമി ലെവൽ വെച്ചിട്ടാണ് എപ്പോഴും നമ്മളൊരു ഇൻട്രിൻസിക്കിനെ ആണല്ലോ നമ്മൾ എക്സ്ട്രിൻസിക് ആക്കി മാറ്റുന്നത്. ഡോപ്പ് ചെയ്തിട്ടാണ് എക്സ്ട്രിൻസിക് ആക്കി മാറ്റുന്നത്. അപ്പൊ ഇൻട്രിൻസിക് ലെവൽ കാണിക്കാനാണ് EI കൊടുത്തേക്കുന്നത്. ഇനി ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ നോക്കുവാണെങ്കിലോ അതിനകത്ത് ഫെർമി ലെവൽ നടുക്ക് തന്നെ എവിടാണോ EI ഇരിക്കുന്നത് അവിടെ തന്നെ ആയിരിക്കും EF ഇരിക്കുന്നത്. EF മാറുന്നതനുസരിച്ച് അതിന്റെ നേച്ചർ N ടൈപ്പും P ടൈപ്പും ഒക്കെ ആവും. അപ്പൊ N ടൈപ്പിന്റെയും P ടൈപ്പിന്റെയും ഇൻട്രിൻസിക്കിന്റെ ഒക്കെ നമ്മൾ സെമി കണ്ടക്ടറിൽ നിന്ന് ചോദിക്കുന്ന ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ് ഫെർമി ലെവലിന്റെ ലൊക്കേഷൻ എവിടാണെന്നുള്ളത്. അത് ഏത് ക്ലോസർ ടു കണ്ടക്ഷൻ ബാൻഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് N ടൈപ്പ്. ക്ലോസർ ടു വാലൻസ് ബാൻഡ് ആണെങ്കിൽ അത് P ടൈപ്പ് ആണ്. സെന്റർ ഓഫ് ബാൻഡ് ഗ്യാപ്പ് കൊടുത്തേക്കുന്നുണ്ടോ അത് ഇൻട്രിൻസിക്കിന്റെ ആണ്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ. ദെൻ അടുത്തത് ഇത് ശരിക്കും പറഞ്ഞ ഒരു ഡൗട്ട്, ഈ ഡോണർ എനർജി ലെവലും അക്സെപ്റ്റർ എനർജി ലെവലും എന്താണ്? ഇപ്പൊ ഞാനിപ്പോ N ടൈപ്പ് പറഞ്ഞില്ലേ, ഇതാണ് EC, ഇതാണ് EB, ഇതാണ് EI. ഓക്കെ, ഞാനിപ്പോ N ടൈപ്പ് വരയ്ക്കുവാണ്. ഈ ഡോണർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് ആണ് അല്ലെ. ഒരു N ടൈപ്പ് കിട്ടണമെങ്കിൽ ഞാൻ ഡോപ്പ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസ് ആണ്. ഒരു N ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടാൻ ഞാൻ ഡോപ്പ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസിനെയാണ് ഡോണർ ആറ്റംസ് എന്ന് വിളിക്കുന്നത്, N കിട്ടാൻ വേണ്ടി. അപ്പം ഇതൊരു ഇമ്പ്യൂരിറ്റി ലെവലായി ഡോണർ എന്ന് പറയുന്നത്. ആ ഇമ്പ്യൂരിറ്റി ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡിന് അടുത്തായിരിക്കും. ഇതിനെയാണ് ഞാൻ ഡോണർ ED എന്ന് വിളിക്കുന്നത്. ഇനി P ടൈപ്പ് എടുക്കുകയാണെങ്കിൽ അവിടെ ഞാൻ ആഡ് ചെയ്യുന്നത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ്. അതിനെയാണ് നമ്മൾ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. ഈ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ലെവലിനെ കാണിക്കുന്നത് നമ്മുടെ വാലൻസ് ബാൻഡിന് അടുത്താണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഓരോ സെമി കണ്ടക്ടറിലും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻട്രിൻസിക് ലെവലാണ്. കാരണം ഇൻട്രിൻസിക്കിനെ ഡോപ്പ് ചെയ്യുന്നു, എക്സ്ട്രിൻസിക് ആക്കുന്നു. അപ്പൊ എപ്പോഴും ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ ആ ഒരു ലെവലിന് അടുത്തായിട്ട് നമ്മൾ എപ്പോഴും കാണിക്കും. ദെൻ ഇവിടെ നോക്കി ഡോണർ ലെവലും ഉണ്ട്, അക്സെപ്റ്റർ ലെവലും ഉണ്ട്. ഡോണർ ലെവൽ ഞാൻ വരച്ചേക്കുന്നത് കണ്ടക്ഷൻ ബാൻഡിന് അടുത്ത്, അക്സെപ്റ്റർ ലെവൽ ഞാൻ വരച്ചേക്കുന്നത് എന്താണ് വാലൻസ് ബാൻഡിന് അടുത്ത്. ഇപ്പൊ ഇവിടെ നോക്കി നമ്മൾ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റി ലെവൽസ് യൂസ് ചെയ്തിട്ടാണ് എന്നിനെയും പിയെയും കാണിച്ചിരിക്കുന്നത്. ഇതിനെ യൂണിഫോം ആക്കി നമ്മൾ ഒരു എനർജി ലെവൽ വെച്ച് കാണിക്കുക, അതാണ് ഫെർമി ലെവൽ. അപ്പൊ ഇവിടെ നിങ്ങൾ ഡോണർ ലെവലിന് പകരം ഞാൻ EF ഉപയോഗിച്ചിരിക്കുന്നു, അക്സെപ്റ്റർ ലെവലിന് പകരം EF ഉപയോഗിച്ചിരിക്കുന്നു. ഇത് രണ്ട് ഇമ്പ്യൂരിറ്റി ലെവൽ. നമുക്ക് N പിയും കിട്ടാൻ വേണ്ടി നമ്മൾ ഡോപ്പ് ചെയ്യുന്ന എത്ര ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ടുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള ലെവൽസ് ആണ് ഡോണർ ലെവൽ. അപ്പൊ അത് നമ്മുടെ ഇമ്പ്യൂരിറ്റി ആറ്റംസിന് ഫോസ്ഫറസ് ആറ്റം ആഡ് ചെയ്യുന്നെങ്കിൽ എത്ര ഫോസ്ഫറസ് ആഡ് ചെയ്യുന്നു അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ എനർജി ലെവലാണ്. ഇപ്പൊ എത്ര ബോറോൺ ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് അതുകൂടെ പഠിച്ചോണം. പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഏതൊക്കെയാണ് ഡോണർ ഇമ്പ്യൂരിറ്റീസ്, ഏതൊക്കെയാണ് അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ്, ഇതിലൂടെ എക്സാമിന് ചോദിക്കാവുന്നതാണ്. ഇപ്പൊ ഫോസ്ഫറസ് വന്നിട്ട് ഡോണർ ആണോ അക്സെപ്റ്റർ ആണോ എന്നൊക്കെ ചോദിക്കാം. ഇപ്പൊ ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി എന്നൊക്കെ പറയുന്നത് ഡോണർ ആണ്. ബോറോൺ, അലൂമിനിയം, കാലിയം എന്നൊക്കെ പറയുന്നത് അക്സെപ്റ്റേഴ്സ് ആണ്. ഈ ഇമ്പ്യൂരിറ്റി ലെവൽസിനെ കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ ഡോണർ അക്സെപ്റ്റേഴ്സ്. നമ്മളത് ഫെർമി ലെവൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിച്ചു കഴിയുമ്പോൾ ഫെർമി ലെവൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെമി കണ്ടക്ടറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഡോണർ ലെവലിന് വരെ എനിക്ക് EF വെച്ച് കാണിക്കാം. ഓക്കെ, ഡോണർ ലെവൽ വരച്ചാലും അത് കണ്ടക്ഷൻ ബാൻഡ് അടുത്തായിരിക്കും. ഓക്കെ ആണോ?
സാർ അപ്പൊ എൻ ടൈപ്പിന്റെ ഫെർമി ലെവൽ എന്ന് പറയുന്നത് ഈ ഇസിയുടെയും ഇഡിയുടെയും ഇടയിലായിരിക്കും. അങ്ങനെ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യനിൽ എന്താണ്? കണ്ടു ഈ പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ എനർജി ലെവൽ എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഇസ് ഈക്വൽ ടു EA പ്ലസ് EV/2 എന്ന്. അപ്പൊ അത് കറക്റ്റ് ആണ്. EA പ്ലസ് EDയോ? EV വാലൻസ് ബാൻഡിന്റെ എനർജി പി ടൈപ്പിന്റെ കേസിൽ. പി ടൈപ്പിന്റെ കേസിൽ എന്താണ് റിലേഷൻ? പി ടൈപ്പിന്റെ എനർജി ലെവൽ EA പ്ലസ് EV/2 എന്ന്. EA പ്ലസ് ED. EA പ്ലസ് EV/2. അതായത് അത് കറക്റ്റ് ആണോ? ഇത് ഏതിന്റെ ഫെർമി ലെവലിന്റെ ആണോ? ഫെർമി ലെവലിന്റെ റിലേഷൻ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കാമെങ്കിൽ ഞാൻ നോക്കാം. ഏതോ ഒരു മോക്ക് ടെസ്റ്റിലാണ് നമ്മുടെ തന്നെ. മൊഡ്യൂൾ 1 സ്മോക്ക് ടെസ്റ്റിൽ ഒരു ക്വസ്റ്റ്യനിലെ ആൻസർ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇപ്പൊ അവര് ചോദിച്ച പോലെയായിരുന്നു. അത് ഡോണറും ഫെർമി ലെവലും തമ്മിലുള്ള റിലേഷൻ ആണോ? പി ടൈപ്പിലുള്ള ഒരു റിലേഷൻ പോലെ ആൻസർ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു. EA പ്ലസ് EV/2. എന്താണ് EA പ്ലസ് EV/2. പി ടൈപ്പിന് EA പ്ലസ് EV/2 എന്നുള്ള പോലെ. അതാണ് ഫെർമി ലെവലിന്റെ ലൊക്കേഷൻ ആണോ പറയുന്നത്? ക്വസ്റ്റ്യൻ അങ്ങനെ എന്തോ തന്നെയായിരുന്നു. ആണോ? അല്ലെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഞാനത് പറഞ്ഞുതരാം. അതിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുത്തിരുന്നത് ഞാനത് നോക്കിയിട്ട് പറയാം. എനിക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. ശരി ശരി. ഓക്കെ. യൂഷ്വലി നമ്മള് ഈ ഡോണറിനെയും അക്സെപ്റ്റേഴ്സിനെയും നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഡോണർ ലെവലിനെയും അല്ലാതെ വേറെ റിലേഷൻ ഉണ്ട്. അത് ശരിക്കും എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞുതരാം റിലേഷൻ. ഇങ്ങനെ റിലേഷൻ ഉണ്ട്. അതായത് NT ഡോണർ ഇമ്പ്യൂരിറ്റി ആയിട്ട് റിലേഷൻ ഉണ്ട്. ഡോണർ ഇമ്പ്യൂരിറ്റി ഇല്ലേ, ഇപ്പൊ ഞാൻ പറഞ്ഞ NDയും ആയിട്ട് നമ്മുടെ ഈ ഫെർമി ലെവൽ റിലേഷൻ ഉണ്ട്. അതാവാൻ സാധ്യതയില്ല. അതെ, ഒരു കാര്യം പറഞ്ഞെ. അത് എനിക്ക് തോന്നുന്നത് EA പ്ലസ് EV/2 നമ്മുടെ എന്താ ഫെർമി ലെവലായിട്ട് ചില കേസിൽ എടുക്കാറുണ്ട്. ശരിക്കും അത് ഫെർമി ലെവലായിട്ടല്ല, ഫെർമി ലെവലിന്റെ വാല്യൂവിന് ഏകദേശം അടുത്തത് ആയതുകൊണ്ട് നമ്മളത് ഫെർമി ലെവലായിട്ട് കൺസിഡർ ചെയ്യാറുണ്ടെന്ന് എവിടെ വായിച്ചപ്പോൾ. ഓക്കെ ഓക്കെ. എന്തായാലും ക്വസ്റ്റ്യൻ ഒന്ന് അയച്ചു തരാം, ഞാൻ നോക്കാം. യൂഷ്വലി ഇതിന്റെ അടുത്ത് വരുന്ന ലെവൽസിനെയാണ് നമ്മൾ ഫെർമി ലെവൽ എന്ന് പറയുന്നത്. രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് ചിലപ്പോ ഇതായിരിക്കും ഞാൻ ഉദ്ദേശിച്ച ഈ നിങ്ങൾ ND എന്ന് പറയുന്ന ഒരു സാധനം പഠിക്കുന്നുണ്ട്, ഡോണർ കോൺസെൻട്രേഷൻ. അതും നമ്മുടെ ഫെർമി ലെവൽ തമ്മിൽ റിലേഷൻ ഉണ്ട്. അതാണോ എന്ന് അറിയാനാ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് ഷെയർ ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു സ്ക്രീൻഷോട്ട്. ആ റിലേഷൻ ഒന്ന് പറയുമോ? അത് ഞാൻ അടുത്ത ക്വസ്റ്റ്യനകത്ത് പറയാം. ഇതൊക്കെ ശരിക്കും കുറച്ച് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് പക്ഷേ ഇക്വേഷൻ വെച്ചിട്ട് ഡയറക്റ്റ് സോൾവ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ. ഇത് എന്ത് റിലേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് അറിയാമോ? അതെ അതെ, നമ്മൾ അതിനെ മാസ് ആക്ഷൻ ലോ എന്നാണ് പറയുന്നത്. മാസ് ആക്ഷൻ ലോ. സർ, ആ ക്വസ്റ്റ്യൻ, എക്സ്ക്യൂസ് മീ സർ, പറഞ്ഞു. വാട്ട് ഈസ് ദ ഫെർമി എനർജി ഓഫ് എ N ടൈപ്പ് സെമി കണ്ടക്ടർ? The answer given was EF equal to EC plus ED/2. Sir, അത് ഫെർമി ലെവല് ലൊക്കേറ്റഡ് നിയർ ദ മിഡ് പോയിന്റ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് ആക്സെപ്റ്റർ എനർജി ലെവൽ. അപ്പൊ മിഡ് പോയിന്റിന്റെ വാല്യൂ ആണ് EA പ്ലസ് EV/2. അപ്പൊ ഫെർമി ലെവൽ മിഡ് പോയിന്റിനോട് ഏകദേശം അടുത്തായത് കൊണ്ട് നമ്മൾ ഫെർമി ലെവൽ ആ ഇക്വേഷൻ കൺസിഡർ ചെയ്യാറുണ്ട്.
ഫെർമി ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. ഫെർമി എനർജി ഓഫ് ആൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഈസ് അതിന്റെ ആൻസർ EF is equal to EC plus ED/2 അല്ലെ? അതെ അതെ. അതിന് സൊല്യൂഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഫെർമി എനർജി ലെവൽ ഓഫ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ലൈസ് എക്സാക്ട്ലി ബിറ്റ്വീൻ അക്സെപ്റ്റർ എനർജി ലെവൽ ആൻഡ് മാക്സിമം എനർജി ലെവൽ ഓഫ് വാലൻസ് ബാൻഡ്. Therefore, the Fermi energy level of n-type semiconductor is EF equal to EC plus ED/2. സ്പീഡിൽ പറഞ്ഞു അല്ല, ഈ എന്താണ് Fermi energy level of ഓക്കെ, ഇതിന്റെ ആൻസർ ഇതല്ലേ? EF is equal to EC plus ED/2. അതെ അതെ. ഓക്കെ. ഇനി എക്സ്പ്ലനേഷൻ അക്സെപ്റ്റബിൾ ആയിട്ടല്ലേ പറഞ്ഞത്? Fermi energy level of n-type semiconductor lies exactly between acceptor energy level and maximum energy level of valence band. Therefore, Fermi energy level of n-type semiconductor is EC plus ED/2. അല്ല, ശരി തിരിച്ചല്ലേ പറയണ്ടത്? തിരിച്ചല്ലേ വരിക? അതാ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. കൊടുത്തിരിക്കുന്നത് അങ്ങനെയാ. ചിലപ്പോ ബാക്കിയുള്ള ഓപ്ഷൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതെന്തായാലും ഇങ്ങനല്ലേ വരുന്നത്. അതായത് നമ്മുടെ ഇൻട്രൻസിക് ലെവൽ ഇതാണ്, ഡോണർ ലെവൽ എന്തായാലും ക്ലോസർ ടു ബാലൻസ് ബാൻഡ് ആണ്, ഫെർമി ലെവൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അല്ലെ. അപ്പൊ ഇതിന്റെ മിഡിൽ എടുക്കാം, നമുക്ക് ചൂസ് ചെയ്യാം. കാരണം ഈ ഓപ്ഷൻ ഈ സൊല്യൂഷൻ ആൻസർ പറഞ്ഞ് അക്സെപ്റ്റ് അതാ സൊല്യൂഷൻ പറഞ്ഞേക്കുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. അതാണ് അത്. ആ സൊല്യൂഷൻ ആക്ച്വലി അത് ഇങ്ങനെ പറയാം. ഇത് ഈവൻ EF equal to ED എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ശരിക്കും സെമി കണ്ടക്ടേഴ്സ് നമ്മൾ ഒരു സ്കൂൾ ലെവലിലൊക്കെയാണ് ED ഉപയോഗിച്ച് പറയുന്നത്. ഡോണർ ലെവലൊക്കെ പറയുന്നത് ആ ഒരു ഇതിലാണ്. നമ്മൾ കുറച്ചും കൂടെ ഒരു ഡിഗ്രി ലെവലിലോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സ് അതെല്ലാം ഈ ഫെർമി ലെവലിന്റെ ടേംസിലാണ് പറയുന്നത്. അപ്പൊ ഏതായാലും ഇറ്റ് ഈസ് ക്ലോസർ ടു എന്താണ് കണ്ടക്ഷൻ ബാൻഡ് ആണ്. കണ്ടക്ഷൻ ബാൻഡിന് അടുത്തായിരിക്കും ഈ ഫെർമി ലെവൽ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതേസമയം നിങ്ങളുടെ ED ചൂസ് ചെയ്യുന്നത് അത് തന്നെയാണ്. ഡോണർ ലെവൽ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഇൻട്രൻസിക് ലെവലിന് മുകളിൽ വരും, അല്ലെങ്കിൽ ക്ലോസർ ടു കണ്ടക്ഷൻ ബാൻഡ് ആണ്. ആൻഡ് EF ലൈസ് എക്സാക്ട്ലി ഇതിന്റെ മിഡിലാണെന്ന് പറഞ്ഞാലും തെറ്റില്ല. അപ്പൊ അത് നമ്മുടെ ആ ഓപ്ഷൻസ് വെച്ച് കമ്പയർ ചെയ്തുള്ള ഒരു റിലേഷൻ ആണ്. എക്സാക്ട്ലി അങ്ങനെ റിലേഷൻ നമുക്ക് അങ്ങനെ പറഞ്ഞു വെക്കാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങളുടെ സൊല്യൂഷൻ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. അക്സെപ്റ്റബിൾ അല്ല അത് പറയേണ്ടത്. ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല, ഇത് കറക്റ്റ് ആണ്. എക്സാക്ട്ലി അതിന്റെ മിഡിലിൽ വരണമെന്നില്ല, അതാ ഞാൻ പറഞ്ഞത്. ഫെർമി ലെവൽ എന്ന് പറയുന്നത് എക്സാക്ട്ലി മിഡിലിൽ വരണമെന്നില്ല, ക്ലോസർ ടു കണ്ടക്ഷൻ ബാൻഡ് എന്നേ പറയത്തുള്ളൂ. അപ്പൊ ഡോണർ ലെവൽ അല്ലെങ്കിൽ അക്സെപ്റ്റർ ലെവൽ ഇതെല്ലാം നമ്മുടെ ഇമ്പ്യൂരിറ്റി ലെവൽസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സാധനമാണ്. ഒരു സെമി കണ്ടക്ടർ ടൈപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് EF ED ഒക്കെ. ഇത് കാണുമ്പോൾ നമുക്കറിയാം ദിസ് ഇസ് ആൻ എൻ ടൈപ്പ് എന്ന് നമുക്ക് മനസ്സിലാവും. എക്സ്പ്ലനേഷൻ ആക്ച്വലി തിരിച്ചറിയേണ്ടത് അത്രേ ഉള്ളൂ. ഇനി ഈ പ്രോബ്ലം ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? മാസ് ആക്ഷൻ ലോ വെച്ചിട്ടാണ്. നിങ്ങൾ പറഞ്ഞ റിലേഷൻ എന്താണ്? മാസ് ആക്ഷൻ ലോ എന്താണ് പറഞ്ഞത്? NP equal to NI². അതെ, N into P is equal to NI². അപ്പൊ ഈ മാസ് ആക്ഷൻ ലോ എന്ന് പറയുന്നത് നമ്മൾ തെർമൽ ഇക്വിലിബ്രിയത്തില് പറയുന്ന ഒരു റിലേഷൻ ആണ്. തെർമൽ ഇക്വിലിബ്രിയം മാസ് ആക്ഷൻ ലോ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ ഈ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ മാത്രമാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് the electron concentration into hole concentration is equal to square of intrinsic carrier concentration. അപ്പം എന്താണ് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ? ഇതെല്ലാം തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമേ അത് എഴുതിയത് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ. ഓക്കെ, P എന്ന് പറയുന്നത് ഹോളിന്റെ കോൺസെൻട്രേഷൻ, NI എന്താണ്? ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഡോണർ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, പിന്നെ തന്നേക്കുന്നത് ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ ആണ്. ഓക്കെ, അപ്പോ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ഡോണർ കോൺസെൻട്രേഷൻ അതായത് ND ആണ് തന്നേക്കുന്നത്. അതിന്റെ വാല്യൂ എത്രയാണ്? 1 × 10⁻⁵. ഓക്കെ, ഈ ഡോണർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇതിന്റെ വേറെ കേസസ് ചോദിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ആ രണ്ടാമത്തെ കേസിനെ പറ്റി പറയുന്നതുമില്ല. ഇപ്പം നമ്മുടെ ഡോണർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അതാണല്ലോ ഡോപ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു സെമി കണ്ടക്ടറിനെ ഡോപ്പ് ചെയ്യുന്ന സാധനമാണ് ഈ ഡോണർ അല്ലെ, അല്ലെങ്കിൽ അക്സെപ്റ്റർ.
അപ്പൊ ഇവിടെ ഡോണർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ NI ആണ്. ഇതിനെ ഞാൻ ഡോപ്പിംഗ് എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഡോപ്പിംഗ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ NI. അപ്പോ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇതിനകത്ത് ഇത് സെമി കണ്ടക്ടർ ഏത് ടൈപ്പ് ആയിരിക്കും? N ടൈപ്പ് ആണോ P ടൈപ്പ് ആണോ? ഈ സെമി കണ്ടക്ടർ N ടൈപ്പ് ആണോ P ടൈപ്പ് ആണോ? N ടൈപ്പ് ആണ്. ഈ സെമി കണ്ടക്ടർ N ടൈപ്പ്. ഇതിനകത്ത് ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇത് N ടൈപ്പ് ആണ്. കാരണം എന്താ? ഇതിന്റെ അകത്ത് ഡോണേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡോണർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് N ടൈപ്പ് ആണ്. അപ്പൊ ഇതിനകത്ത് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, ഇഫ് ND ഈസ് ഗ്രേറ്റർ ദാൻ NI, നമുക്ക് പറയാം മെജോറിറ്റി concentration, majority charge carrier concentration is equal to doping. അപ്പൊ ഇത് N ടൈപ്പ് അല്ലേ? ഇത് N ടൈപ്പ് ആണ്. അപ്പൊ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്തായിരിക്കും? ഇലക്ട്രോൺസ്. അപ്പൊ ഞാനിവിടെ N എന്നാണ് എഴുതുന്നത്. Nന്റെ വാല്യൂ എന്തായിരിക്കും? ഡോപ്പിംഗ് കോൺസെൻട്രേഷന് ഈക്വൽ ആയിരിക്കും. ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എത്ര? ND. N is equal to ND. 1 into 10 raised to 15. അത്രയും സെന്റിമീറ്റർ റേസ് ടു -3. അതാണ് Nന്റെ വാല്യൂ. ഇവിടെ ചോദിച്ചിരിക്കുന്ന Nന്റെ വാല്യൂ അല്ല, Pയുടെ വാല്യൂ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് Pയുടെ വാല്യൂ ആണ്. അപ്പൊ P കണ്ടുപിടിക്കണമെങ്കിൽ P ഇവിടുത്തെ മൈനോറിറ്റി ആണ് കേട്ടോ. P ഇവിടെ എന്താണ്? മൈനോറിറ്റി ആണ്. ഒരു N ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് മൈനോറിറ്റി കോൺസെൻട്രേഷൻ ആണ് P. എവിടുന്ന് P എങ്ങനെ കണ്ടുപിടിക്കുന്നത്? NI² N ചെയ്താൽ പോരെ? NI² N. NI എത്ര? 1.5 into 10 raised to 10 the whole square by N എത്രയാണ്? 1 into 10 raised to 15. മനസ്സിലായോ? ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, അതാണ് NI. അപ്പൊ നമ്മൾ ഈ റിലേഷൻ വെച്ചിട്ട്, ഈ മാസ് ആക്ഷൻ ലോ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം N into P is equal to NI². അപ്പൊ നമുക്ക് N ഓൾറെഡി മനസ്സിലായി. N എന്ന് പറയുന്നത് മെജോറിറ്റി. ഞാൻ ഒരു പ്രോബ്ലം നിങ്ങളെ ചെയ്യിപ്പിക്കാം. N എന്ന് പറയുന്നത് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണ്. അപ്പൊ P ആയിരിക്കും മൈനോറിറ്റി. അപ്പൊ മൈനോറിറ്റി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മാസ് ആക്ഷൻ ലോ വെച്ചിട്ട് NI² N. അതായത് 1.5 into 10 raised to 10 the whole square by 1 into 10 raised to 15. എത്ര വരും ആൻസർ? 1.5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2.25 into 10 raised to 20 by 10 raised to 50. 1 into 10 raised to 50. So answer 2.25 into 10 raised to 5 എന്ന് വരും. ഇതാണ് ഓപ്ഷൻ.